ഹായ്, ഞാൻ നവജോത്. ഞങ്ങളിന്നൊരു ചെറിയൊരു യാത്ര പുറപ്പെടുകയാണ് ലഡാക്കിലേക്ക്. വർഷങ്ങളായിട്ട് കൊണ്ടുനടന്നൊരു ആഗ്രഹമാണ് ലഡാക്കിൽ പോകാന്നുള്ളത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ജിജിനും ഇവിടെ അങ്ങാടിപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. പിന്നെ ദൈവം സഹായിച്ചിട്ട് യാത്ര നല്ല രീതിയിലായി വരാൻ പ്രാർത്ഥിക്കാം. ഹായ്, ഞങ്ങളിപ്പോ സേലം ബൈപ്പാസിലാണുള്ളത്. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പെരുന്തൽമണ്ണയിൽ വെച്ച് അങ്ങാടിപ്പുറത്ത് വെച്ച് 7 മണി 7:15 ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും യാത്ര ഒരു ഇറങ്ങി. അപ്പൊ ഇനി വഴിയിലൂടെ വെച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് അമ്മ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്, ചപ്പാത്തിയൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് യാത്ര പോകാം. അപ്പൊ ഞങ്ങള് യാത്ര നോക്കാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ തമിഴ്നാടാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ ഇനി ചെക്കിംഗ് എന്താണെന്നുള്ളതെന്ന് അറിയില്ല. ഞങ്ങൾ 2 ഡോസ് എടുത്തിട്ടുണ്ട്. വാക്സിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ അറിഞ്ഞത്തോളം കർണാടകയാണ് കുറച്ച് പ്രശ്നം എന്നാണ് കേട്ടത്. അപ്പോൾ പിന്നെ കർണാടക ഞങ്ങൾ എല്ലാം ടച്ച് ചെയ്യാതെ തന്നെ പോവാണ്. ഇവിടെ നേരെ ചെന്നൈയിലേക്കാണ്. കോയമ്പത്തൂരാണോ? അതന്നെ, കോയമ്പത്തൂർ റൂട്ട് തന്നെയാണല്ലോ വരിക. വാളയാർ ഇവിടെ ഫാസ്ടാഗിന്റെ എൻട്രി ആണ് നോക്കേണ്ടത് നമ്മള്. ഫാസ്ടാഗ്, ഇതൊക്കെ ഫാസ്ടാഗ് തന്നെയാണ്. എല്ലാം ഫാസ്ടാഗ് തന്നെയാണല്ലോ. ഒറ്റ ലൈന് മാത്രം ഇല്ലാത്തേ ഉള്ളൂ. അത്രയാണ്. ഞങ്ങള് പാലക്കാട് വാളയാർ വന്നിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി സീനറിയാണ് ബാക്കിൽ. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെ വലിയ റഷ് കാണാനല്ല. ടൗണിക്ക് ഇനിയൊരു കോയമ്പത്തൂർക്ക് ഒരു മണിക്കൂറിലേക്ക് എത്തൂലേ? അല്ല, അത്രയും ഇല്ല. 1 മണിക്കൂറോടെ കോയമ്പത്തൂരെത്തും എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ എന്തായാലും ചെന്നൈയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ തമിഴ്നാട് ഉറങ്ങി കിടക്കുന്നു. വലിയൊരു ഹെവി ഇല്ല. ചെന്നൈ കളർഫുള്ളാണ്. സെൻട്രൽ എഗ്മോർ മുത്തുമാരി അമ്മൻ ടെമ്പിൾ കൊടുത്താല് ടോൾ ഇവർക്ക് കൊടുത്താൽ അതിന് അനുസരിച്ച് റോഡ് തരും.
നമ്മളെ കേരളത്തിൽ നമ്മള് വരുമ്പോഴുള്ള റോഡ് മാത്രം കുറച്ചാൽ പിന്നെ അങ്ങോട്ട് തെറ്റാണ്. വാളയാറ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തെറ്റാ. കൊൽക്കത്തക്ക് ഞങ്ങൾ പോകണില്ല. 1618 കിലോമീറ്റർ പറ്റൂല. ഇന്നലത്തെ പോക്ക് പോയാൽ കൊൽക്കത്ത എത്തി. അതിന് കൊൽക്കത്തന്റെ പകുതി ഇന്നലെ കവർ ചെയ്തു. അതാ അത് ഒടി വീയോ കേട്ടോ. മേഘത്തിന്റെ ഭംഗിയുണ്ടേ. മറ്റേ സാധനം കൊണ്ടുപോകാണ്. അത് ഇതിന്റെ ഒപ്പം തന്നെ സാധനമാണോ? സ്റ്റാൻഡ് നീട്ടുന്ന സാധനമല്ലോ. എടാ അന്ന് ചുമ്പൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൊടുക്കുമ്പോൾ നീട്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതിനൊരു സ്റ്റെയർ കേസും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം. ലിഫ്റ്റ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം. ഫുഡ് പ്ലാസയിൽ നിന്നുള്ള രംഗമാണ്. നല്ല വെയിൽ കത്തി കയറാണ്. ആകാശയാത്ര പോലെ ഉണ്ടല്ലേ. ഓങ്കോള് ഗുണ്ടൂരിലേക്ക് 108 കിലോമീറ്റർ കൂടി. ഒന്നാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടാണോ എടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടുന്ന് യൂട്ടേൺ എടുക്കുന്നുണ്ട്. ചോദിച്ചു നോക്കിയാലോ, ഇവിടുന്നാണോ ഹൈദരാബാദിലേക്ക് എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ. ഇങ്ങോട്ട് വെച്ചത് അത് തന്നെയാണ് മെയിൻ ഹൈവേ ആയി തോന്നുന്നത്. കാരണം എന്താ പറയാ, ആ റോഡിന് കൂടെ കയറുന്നതിന് മുമ്പ് ആ റോഡിന് കയറണമായിരുന്നു. ഏകദേശം ഒരു കുറച്ച് റൂട്ട് കിട്ടിയത്. അത് മതി, അത് മതി, അത് മതി. പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ ഓട്ടോറിക്ഷ ബാക്കിൽ അയാളെ മുഖെടുത്തോ. അതാരാള്? ഇപ്പത്തെ ഇയാള് ചെക്കൻ പ്രാവണോ? എന്താ പേരെന്താ? ബാബു എന്തല്ലേ? ചന്ദ്രബാബു. ജഗൻ. ജഗൻമോഹൻ റെഡ്ഡി. റെഡ്ഡിക്കാരു അതിനകത്ത് കൊടുക്കുന്ന സൗണ്ട് രസമല്ലോ. അത്ര രസമൊന്നുമില്ല. എവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ്. ഡാൻസിന് നോക്കൂല. അത്ര മതി. സംഗതി ഗ്രാമം കുഗ്രാമം പറഞ്ഞ കാര്യമില്ല. ഒരു ഗ്രാമീണ ഭംഗിയുണ്ട്. എന്ത് രസമാണ് ആ വീടിന്റെ ലൊക്കേഷൻ നോക്കി. ലൈറ്റിന്റെ ഒരു അതില് രസവും വീട് നമ്മള് ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഓങ്കോള് കഴിഞ്ഞു അല്ലേ. ഇനി 5 മണിക്കൂർ ഹൈദരാബാദിലേക്ക്. 5 മണിക്കൂറില്ല. ഞാൻ ഫോട്ടോ പിടിച്ചിട്ട് കാണാൻ പുളിയും കടാന്ന് അറിയും. പൊളിച്ച്
ഇന്ത്യൻ്റെ നാഷണൽ ഹൈവേ ആണ് സംഭവം. നാഗപ്പൂരിൽ അങ്ങനെ സെറ്റായി. നാഗ്പൂർ വാറങ്കൽ റോഡാണ്. നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേ ആണ്. 4-8 വരിയാണ് തോന്നുന്നത് സംഭവം. പിന്നെ ഇതിന്റെ സ്മൂത്ത്നെസ് ഭയങ്കര കേട്ടോ. ഇത് മുകളിലേക്ക് പോയാൽ ഫൈന് ചിലപ്പോൾ വീട്ടിലേക്ക് വരും. ഫൈൻ എന്തായാലും വരും. അത്രയും സ്ട്രിക്റ്റാണ്. ഇവിടെ സ്മൂത്ത് ഹൈവേ ഉണ്ടോ, ഗിയർ മാറ്റൽ എന്നുള്ള പരിപാടി ഒന്നും നടക്കുന്നില്ല. സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലീൻ ഹൈവേ. അതായത് നാഗ്പൂർ മഹാരാഷ്ട്രയ്ക്കുള്ള എത്ര ഇങ്ങനെയാണെങ്കിലും മഹാരാഷ്ട്ര കിട്ടിലും 06 എന്ന് കാണിക്കുന്നു. എന്താ സംഭവം മനസ്സിലായി. അത് നേരത്തെ മുകളിൽ ബോർഡ് എഴുതി കാണിക്കുന്നില്ലേ, ന്യൂസ് SOX എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താ നൂറിട്ടാ, ഇവിടെ 100 ഉണ്ട്. അത്ര കഴിഞ്ഞില്ല, വാറങ്കൽ കഴിയണം. അത്ര കഴിയണം. വാറങ്കല ബോർഡർ സ്ഥാനല്ലേ. കുറച്ച് കഴിഞ്ഞാൽ വാറങ്കൽ കുറച്ച് വിട്ട് കഴിഞ്ഞാലാണ് ആന്ധ്ര കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത്. ഹൈവേ കേട്ടോ, ഹൈവേ ടേൺ ചെയ്ത് പോകണം.